നമസ്കാരം, FNS ഫാർമ വൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് MCQ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫാർമക്കോളജിയിലെ ആൻറ്റി ഹൈപ്പർലിപ്പിഡമിക് ഏജൻറ്റ്സ് എന്ന ടോപ്പിക്കിലെ MCQs ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഫാർമസി സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ ആൻറ്റി ഹൈപ്പർലിപ്പിഡമിക് ഏജൻസിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് HMG കോയിൻസൈമേ റിഡക്ടേസ് ഇൻഹിബിറ്റർ. അതിൻ്റെ അകത്ത് വരുന്നതാണ്, ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് ലോവാസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ, ഫ്ലുവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ. ദെൻ സെക്കൻഡ് വൺ ഇസ് ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ്സ്, ക്ലോഫിബ്രേറ്റ്, ഫീനോഫിബ്രേറ്റ്, ജിംഫൈബ്രോസിൽ, സിപ്രോഫിബ്രേറ്റ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ദെൻ തേർഡ് ഇസ് ബൈൽ ആസിഡ് സെക്വിസ്ട്രൻസ്, കോളിസ്റ്റൈറാമീൻ, കോളിസ്റ്റിപ്പോൾ ആണ് എക്സാമ്പിൾസ്. ദെൻ ഫോർത്ത് വൺ LDL ഓക്സിഡേഷൻ ഇൻഹിബിറ്റർ, പ്രൊബുക്കോൾ. ഫിഫ്ത്ത് വൺ പിരിഡിൻ ഡെറിവേറ്റീവ്, നിക്കോട്ടിനിക് ആസിഡ്, നിക്കോട്ടിനമൈഡ്. ദെൻ കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റർ, അതിൽ വരുന്നതാണ് എസിറ്റിമൈബ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1, inhibition of thromboxane synthesis by aspirin in platelets lasts for 5 to 7 days because എന്തുകൊണ്ടാണ് ത്രോംബോക്സിൻ സിന്തസിസ് ആസ്പിരിനിൽ, പ്ലേറ്റ്ലെറ്റിൽ ആസ്പിരിൻ ഇൻഡ്യൂസ് ത്രോംബോക്സിൻ സിന്തസിസ് ഇൻഹിബിഷൻ ലാസ്റ്റ് ചെയ്യുന്നത് 5 to 7 days? ഓപ്ഷൻ എ, ആസ്പിരിൻ പെർസിസ്റ്റ് ഇൻ ദ ബോഡി ഫോർ 5 to 7 days. ബി, ആസ്പിരിൻ ഇൻഡ്യൂസ് ഡെപ്ലീഷൻ ഓഫ് അറാക്കിഡോയിക് ആസിഡ് ലാസ്റ്റ് ഫോർ 5 to 7 days. സി, റീജനറേഷൻ ഓഫ് ആസ്പിരിൻ ഇൻഹിബിറ്റഡ് സൈക്ലോക്സിനേസ് ടേക്സ് 5 to 7 days. D, platelets cannot generate fresh thromboxane synthetase and their turnover time is 5 to 7 days. Correct answer ഓപ്ഷൻ ഡി ആണ്. പ്ലേറ്റ്ലെറ്റ്സ് കനോട്ട് ജനറേറ്റ് ത്രോംബോക്സിൻ സിന്തറ്റൈസ്, ടേൺ ഓവർ എന്ന് പറയുന്നത് 5 to 7 days. ചൂസ് ദ ഡ്രഗ് വിച്ച് ഹാസ് ഡയറക്റ്റ് എഫക്റ്റ് ഓൺ പ്ലേറ്റ്ലെറ്റ് മെംബ്രെയിൻ ടു ഇൻഹിബിറ്റ് അഗ്രിഗേഷൻ, റിലീസ് റിയാക്ഷൻ ആൻഡ് ടു ഇംപ്രൂവ് പ്ലേറ്റ്ലെറ്റ് സർവൈവൽ ഇൻ എക്സ്ട്രാ കോർപ്പോറിയൽ സർക്കുലേഷൻ. ഓപ്ഷൻ എ, ഡൈപിറിഡമോൾ. ബി, ടെക്ലോപിഡിൻ. സി, ആസ്പിരിൻ. ഡി, സൾഫിൻപൈറസോൺ. കറക്റ്റ് ആൻസർ ബി, ടെക്ലോപിഡിൻ ആണ്. The drug which has direct effect on platelet membrane to inhibit aggregation. Number 3, combined therapy with dipyridamol and warfarin is recommended in subjects with the following. Warfarin dipyridamol combination കൊടുക്കുന്ന ആർക്കാണ്? ഓപ്ഷൻ എ, റിസ്ക് ഫാക്ടേഴ്സ് ഫോർ കൊറോണറി ആർട്ടറി ഡിസീസ്. ബി, പ്രോസ്തറ്റിക് ഹാർട്ട് വാൾവ്സ്. സി, ക്രോണിക് ആർട്ടീനോവീനസ് ഷണ്ട്സ് ഫോർ റിപ്പീറ്റഡ് ഹീമോഡയാലിസിസ്. ഡി, ബോത്ത് ബി ആൻഡ് സി. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. Question, select the hypocholesterolemic drug which interferes with intestinal absorption of bile salts and cholesterol and secondarily increases cholesterol turnover in the liver. Option A, clofibrate. B, cholestyramine. C, lovastatin. D, benzafibrate. Correct answer ഏതാണ്? Bile acid sequestrants വരുന്ന cholestyramine. Option B is the correct answer. Question number 5, select the most appropriate hypolipidemic drug for a patient with raised LDL cholesterol level but normal triglyceride level. LDL cholesterol കൂടുതലാണ്, triglyceride normal ആണ്. ഓപ്ഷൻ എ, HMG coenzyme reductase inhibitor. B, fibric acid derivative. C, probocol. D, nicotinic acid. Correct answer ഏതാണ്? ഓപ്ഷൻ എ, HMG coenzyme reductase inhibitors. Question number 6, a patient with coronary artery disease has raised serum triglyceride 600 mg per deciliter ആണ് triglyceride, പക്ഷേ normal total cholesterol level 150 mg per dl. Which hypolipidemic drug should be prescribed? ഇവിടെ triglyceride level കൂടുതലാണ്, പക്ഷേ കൊളസ്ട്രോൾ ലെവൽ പേഷ്യൻറ്റിൻ്റെ കറക്റ്റ് ആണ്, അങ്ങനെ നോർമലാണ്. അങ്ങനെ ഉള്ള പേഷ്യൻറ്റിന് ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്? ഓപ്ഷൻ എ, പ്രൊബുക്കോൾ. ദെൻ ബി, ജംഫൈബ്രോസിൽ. സി, കോളിസ്റ്റൈറാമീൻ. ഡി, ലോവാസ്റ്റാറ്റിൻ. കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ഓപ്ഷൻ ബി, ജംഫൈബ്രോസിൽ. Question number 7, choose the correct statement about lovastatin. Option A, it markedly lowers plasma triglyceride with little effect on cholesterol level. B, it is used as an adjuvant to gemfibrozil for type 2 hyperlipoproteinemia. C, it is not effective in diabetes associated hypercholesterolemia. D, it is a competitive inhibitor of the rate limiting step in cholesterol synthesis. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് ലൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. നമുക്കറിയാം HMG കോയിൻസൈമേ റിഡക്ടേസ് ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിൾ ആണ് ലോവാസ്റ്റാറ്റിൻ. So option D is the correct answer.
Number 8, select a drug which reduces cholesterol synthesis in liver, increase expression of LDL receptors on hepatocytes, and has found to reduce mortality due to coronary artery disease. ഏത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് ഡ്രഗ് ആണ്? ഓപ്ഷൻ എ സിംവാസ്റ്റാറ്റിൻ, ബി നിക്കോട്ടിനിക് ആസിഡ്, സി പ്രൊബുക്കോൾ, ഡി കോളിസ്റ്റിപ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സിംവാസ്റ്റാറ്റിൻ ആണ്. Number 9, what is true of nicotinic acid as well as nicotinamide? Option A, both possess vitamin B3 activity, B, both cause cutaneous vasodilation, C, both lower plasma triglyceride and VLDL levels, D, both cause hyperglycemia after prolonged medication. Option A is correct answer, both possess vitamin B3 activity. Question number 10, which hypolipidemic drug has been used to control and prevent pancreatitis in familial hypertriglyceridemia? Option A, lovastatin, B, clofebrate, C, cholestyramine, D, nicotinic acid. 10th question answer option C ആണ് cholestyramine. 11th question, the rare but characteristic adverse effect of HMG coenzyme reductase inhibitor is. HMG coenzyme reductase inhibitor rare ആയിട്ടുള്ള but characteristic ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ് ചോദിക്കുന്നത്. ഒണിക്കോലൈസിസ്, ബി മയോപ്പതി, സി അലോപീഷ്യ, ഡി ഒക്കുലോമോ ക്യൂട്ടേനിയസ് സിൻഡ്രോം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി മയോപ്പതി ആണ് കറക്റ്റ് ആൻസർ. Number 12, in a 50-year-old male without any other coronary artery disease risk factor, hypocholesterolemic drugs are recommended only when the serum LDL levels is higher than option A 130 mg per dl, B 160 mg per dl, C 190 mg per dl, D 240 mg per dl. Correct answer option C ആണ് 190 mg per dl. Number 13, high molecular weight pharmacologically inert non-antigenic substance which form colloidal solution are called as option A osmotic purgatives, B osmotic diuretics, C plasma expanders, D all of the above. Option C plasma expanders ആണ് correct answer. 14, hydroxyethyl starch is A. Option A plasma expander, B hemostatic, C heparin substitute, D bile acid sequestrant. Option A plasma expander is the correct answer. Number 15, cholestyramine resin. Option A significantly lowers plasma triglyceride level, B can enhance the oral absorption of digoxin, C may enhance the absorption of fat soluble vitamins, D is the drug of choice in type 2 hyperlipoproteinemia. Correct answer option D ആണ്. Drug of choice ആണ് type 2 hyperlipoproteinemia. 16, clofebrate. Option A may reduce the action of warfarin, B can decrease gallstone formation, C can elevate plasma HDL cholesterol levels, D increases platelet aggregation. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. പ്ലാസ്മ HDL കൊളസ്ട്രോൾ ലെവൽസ് ക്ലോഫിബ്രിലേറ്റ് കൂട്ടും. HDL നമുക്കറിയാം ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഇറ്റ്സ് എ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ HDL കൊളസ്ട്രോൾ കൂട്ടും. 18, Probocol. Option A can lower HDL cholesterol levels, B reduce clearance of plasma LDL by the liver, C can produce constipation, D it's beneficial in patients with recent myocardial infarction. Option A can lower HDL cholesterol levels ആണ് correct answer. Probocol. Question number 18, nicotinic acid. Option A reduces production of VLDL, very low density lipoprotein, B should not be used in combination with cholestyramine resin, C can lower HDL levels, D can increase serum triglyceride levels. Correct answer 18th question is option A ആണ് reduce production of VLDL. Question number 19, which of the following statement is true regarding cholestyramine? Option A, it inhibits free fatty acid release from adipose tissue, B it releases lipoprotein lipase, C it blocks the final step in the synthesis of cholesterol in the body, D when used in large doses it decreases serum cholesterol. 19th question answer option D ആണ് large doses it decreases serum cholesterol. ഇന്നും വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് MCQ ഡിസ്കഷനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.